SCERTയുടെ ന്യൂ സിലബസ് പ്രകാരം തയ്യാറാക്കിയ 9ാം ക്ലാസ് ജിയോഗ്രഫി ഒൺവേഡ് ചോദ്യോത്തരങ്ങൾ. ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന പർവ്വതക്കെട്ടാണ്. ഉത്തരം പാമീർ പർവ്വതക്കെട്ട്. മടക്ക് പർവ്വതങ്ങൾ രൂപം കൊള്ളുന്ന പ്രക്രിയയാണ്. ഉത്തരം വലനം അഥവാ ഫോൾഡിംഗ്. മടക്ക് പർവ്വതത്തിന് ഉദാഹരണമാണ് ഹിമാലയവും ആൽപ്സും. ഹിമാലയ പർവ്വതത്തിൻ്റെ 3 സമാന്തര പർവ്വതനിരകൾ ഏതെല്ലാമാണ്? ഉത്തരം ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. സമുദ്രനിരപ്പിൽ നിന്നും 6100 മീറ്റർ ഉയരമുള്ള ഹിമാദ്രിയുടെ മറ്റ് 2 പേരുകളാണ്. ഉത്തരം ഗ്രേറ്റർ ഹിമാലയം, ഇന്നർ ഹിമാലയം. ഹിമാലയ പർവ്വതത്തിൻ്റെ ഏറ്റവും തെക്കായുള്ളതും പുറമേയുള്ളതുമായതിനാൽ സിവാലിക് നിരയ്ക്ക് പറയുന്ന മറ്റൊരു പേരാണ് ഉത്തരം ഔട്ടർ ഹിമാലയം. സിവാലിക്കിന് വടക്കായി സ്ഥിതി ചെയ്യുന്ന ഹിമാചൽ പർവ്വതനിരയ്ക്ക് പറയുന്ന മറ്റൊരു പേരാണ് ഉത്തരം ലസർ ഹിമാലയം. ഭൂവൽക്കവും മാൻഡിലിൻ്റെ മുകൾ ഭാഗവും ചേർന്നതാണ് ഉത്തരം ശിലാമണ്ഡലം അഥവാ ലിത്തോസ്ഫിയർ. വൻകരയും സമുദ്രഭാഗവും ചേർന്ന ശിലാപാളികളാണ് ടെക്ടോണിക് ഫലകങ്ങൾ അഥവാ ടെക്ടോണിക് പ്ലേറ്റ്സ്. ശിലാമണ്ഡലത്തിന് താഴെ ഉയർന്ന താപത്താൽ ശിലകൾ ഉരുകി അർദ്ധ ദ്രവാവസ്ഥയിൽ നിലകൊള്ളുന്ന ഭാഗമാണ് ഉത്തരം അസ്തനോസ്ഫിയർ. ഫലകചലനം മൂലം ഫലകങ്ങൾ തമ്മിൽ അടുക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ഉത്തരം സംയോജക സീമ അഥവാ കൺവെർജന്റ് മാർജിൻ. ഫലകചലനം മൂലം ഫലകങ്ങൾ തമ്മിൽ അകലുന്ന പ്രക്രിയയാണ് ഉത്തരം വിയോജക സീമ അഥവാ ഡൈവർജന്റ് മാർജിൻ. ഫലകചലനം മൂലം ഫലകങ്ങൾ തിരശ്ചീനമായി ഉരസി മാറുന്ന പ്രക്രിയയാണ് ഉത്തരം ഛേദക സീമ അഥവാ ട്രാൻസ്ഫോം മാർജിൻ. ഹിമാലയ പർവ്വതം രൂപം കൊണ്ടത് ഉത്തരം ഇന്ത്യൻ ഫലകത്തിൻ്റെയും യൂറേഷ്യൻ ഫലകത്തിൻ്റെയും ഇടയിൽ നിലകൊണ്ടിരുന്ന ടെതിസ് സമുദ്രത്തിൻ്റെ അടിത്തട്ട് മടങ്ങി ഉയർന്നു വന്നതാണ് ഹിമാലയ പർവ്വതം. ആഴമേറിയതും ചെങ്കുത്തായ വശങ്ങളോട് കൂടിയതുമായ താഴ്വരകളാണ് ഉത്തരം ഗിരികന്ധരങ്ങൾ അഥവാ ഗോർജസ്. അപരദനത്തിലൂടെ ഹിമാലയ പർവ്വതത്തിന് കുറുകെ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന നദികളാണ് ഉത്തരം സിന്ധു, ഗംഗ, സത്ലജ്. പർവ്വതനിരകൾക്ക് കുറുകെ ഒഴുകുന്ന നദികളെ അടിസ്ഥാനപ്പെടുത്തി ഹിമാലയത്തെ വേർതിരിക്കുന്ന പ്രാദേശിക മേഖലകൾ ഏതെല്ലാം? ഉത്തരം പടിഞ്ഞാറൻ ഹിമാലയം, മധ്യ ഹിമാലയം, കിഴക്കൻ ഹിമാലയം. പടിഞ്ഞാറൻ ഹിമാലയത്തെ വേർതിരിക്കുന്ന നദികളാണ് ഉത്തരം സിന്ധു, കാളി. മധ്യ ഹിമാലയത്തെ വേർതിരിക്കുന്ന നദികളാണ് ഉത്തരം കാളി, ടീസ്ത. കിഴക്കൻ ഹിമാലയത്തെ വേർതിരിക്കുന്ന നദികളാണ് ഉത്തരം ടീസ്ത, ബ്രഹ്മപുത്ര. കാശ്മീർ ഹിമാലയത്തിലെ പ്രധാന പർവ്വതനിരകളാണ് ഉത്തരം കാരക്കോറം, സസ്കർ, ലഡാക്ക്, പീർപഞ്ച്. ലോകത്തിലെ 2ാമത്തെ ഉയരമേറിയ കൊടുമുടിയായ മൗണ്ട് കേട്ടു സ്ഥിതി ചെയ്യുന്നത് ഉത്തരം കാരക്കോറം നിരയിൽ. ലോകത്തെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമിയാണ് ഉത്തരം സിയാച്ചിൻ ഹിമാനി. പർവ്വതങ്ങളുടെ ഇരുവശങ്ങളെയും തമ്മിൽ ബന്ധിപ്പിച്ച് ഗതാഗത സാധ്യമാക്കുന്നതാണ് ഉത്തരം പർവ്വതങ്ങളിലെ ചുരങ്ങൾ അഥവാ പാസസ്. ജമ്മു പ്രദേശത്തെ കാശ്മീർ താഴ്വരയുമായി ബന്ധിപ്പിക്കുന്നത് ഉത്തരം പീർ പഞ്ചാൽ പർവ്വതനിരയ്ക്ക് കുറുകെയുള്ള ബനിഹാൽ ചുരം. ഹിമാലയത്തിലെ ഒരു പ്രധാന തടാകമാണ് കാശ്മീരിലെ ദാൽ തടാകം. ശ്രീനഗർ പട്ടണം സ്ഥിതി ചെയ്യുന്നത് ഈ തടാകത്തിൻ്റെ കരയിലാണ്. പർവ്വതച്ചരുവികളിൽ വേനൽക്കാലങ്ങളിൽ രൂപപ്പെടുന്ന പുൽമേടുകളാണ് ഉത്തരം
മർഗുകൾ. സോൺമർഗും ഗുൽമർഗും ഇതിന് ഉദാഹരണങ്ങളാണ്. ഹിമാചൽ പ്രദേശ് സംസ്ഥാനം ഉൾപ്പെടുന്ന ഹിമാലയ ഭാഗമാണ് ഉത്തരം ഹിമാചൽ ഹിമാലയം. ഹിമാചൽ പ്രദേശിനെ ലഡാക്കുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഉത്തരം ബാരാലച്ചാല ചുരം. കുളു താഴ്വരയെ ലാഹുൽ സ്പിതി താഴ്വരയുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഉത്തരം റോഹ്താങ്. ഹിമാചൽ ഹിമാലയത്തിലെ പ്രധാന ശുദ്ധജല തടാകങ്ങളാണ് ഉത്തരം ചന്ദ്രതാൽ, സൂരജ് താൽ. ചൂട് നീരുറവകളിൽ നിന്നും ഭൗമ താപോർജം, അതായത് ജിയോ തെർമൽ എനർജി ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന ഹിമാലയത്തിലെ ഒരു ചൂട് നീരുറവയാണ് ഉത്തരം മണികരൺ. സത്ലജ് നദി മുതൽ കാളി നദി വരെയുള്ള ഹിമാലയ പ്രദേശമാണ് ഉത്തരം ഉത്തരാഖണ്ഡ് ഹിമാലയം. ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലെ കൊടുമുടികളാണ് ഉത്തരം നന്ദാദേവി, കാമറ്റ്, ബദരീനാഥ്, കേദാർനാഥ്. ഉത്തരാഖണ്ഡ് ഹിമാലയത്തിലെ ശുദ്ധജല തടാകങ്ങളാണ് ഉത്തരം നൈനിത്താൽ, ഫിംതാൽ. ലസർ ഹിമാലയത്തിനും സിവാലിക് മലനിരകൾക്കുമിടയിൽ കാണപ്പെടുന്ന നിരപ്പായ താഴ്വരകളാണ് ഉത്തരം ദൂണുകൾ. ഉത്തരാഖണ്ഡിലെ ദേഹ്രാദൂൺ ഇതിന് പ്രസിദ്ധമാണ്. ഉത്തരാഖണ്ഡിൽ ഉയർന്ന പർവ്വത ചരിവുകളിൽ കാണപ്പെടുന്ന വേനൽക്കാല പുൽമേടുകളാണ് ഉത്തരം ബുഗ്യാൽ. ദയാര ബുഗ്യാലും ഗോർസോൺ ബുഗ്യാലും ഉദാഹരണങ്ങൾ. മഞ്ഞുരുകുമ്പോൾ പച്ചപുതച്ച പുൽമേടുകളിലേക്ക് വളർത്തു മൃഗങ്ങളുമായി വരുന്ന ആട്ടിടയന്മാർ അവിടെ താമസിക്കുകയും മഞ്ഞുകാല ആരംഭത്തോടെ മലയിറങ്ങി താഴ്വരകളിലേക്ക് മടങ്ങുകയും ചെയ്യുന്നു. ഈ പ്രക്രിയ അവർ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ കാലിക ദേശാടനത്തെ വിളിക്കുന്ന പേരാണ് ട്രാൻസ് ഹ്യൂമൻസ്. അരുണാചൽ പ്രദേശിനെ ടിബറ്റിലെ ലാസയുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന ചുരമാണ് ഉത്തരം ബോഡില ചുരം. അരുണാചൽ പ്രദേശിനെ മ്യാൻമറുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് ഉത്തരം ദിഫു. ലോകത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ചിറാപുഞ്ചി, മൗസിൻഡ്രം എന്നിവ സ്ഥിതി ചെയ്യുന്നത് ഉത്തരം പൂർവാചൽ കുന്നുകൾ. പൂർവാചൽ കുന്നുകളിൽ പ്രധാനപ്പെട്ടവയാണ് ഉത്തരം പട്കായിബും, നാഗാ കുന്നുകൾ, മിസോ കുന്നുകൾ, മണിപ്പൂർ കുന്നുകൾ. നദികൾ മുറിച്ചു കടക്കുന്നതിന് മരങ്ങളുടെ വേരുകൾ ചേർത്ത് നിർമ്മിക്കുന്ന പാലങ്ങളാണ് ഉത്തരം റൂട്ട് ബ്രിഡ്ജ്. വടക്ക് കിഴക്കൻ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ഉത്തരം ലോക്തക്കിലെ കെയ്ബുൾ ലംജാവോ ദേശീയ ഉദ്യാനം. തടാകത്തിൽ പൊങ്ങിക്കിടക്കുന്ന സസ്യ അവശിഷ്ടങ്ങളും മണ്ണും ചേർന്ന് രൂപമെടുത്ത തുരുത്തുകളാണ് ഉത്തരം പും ടി. എന്താണ് വി രൂപ താഴ്വരകൾ? ഉത്തരം നദികൾ ഒഴുകുമ്പോൾ മണ്ണൊലിപ്പ് മൂലം ചരിഞ്ഞ വശങ്ങളോടുകൂടിയ നദീതാഴ്വരകൾ രൂപപ്പെടുന്നു. ഇവ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ബി അക്ഷരത്തിനോട് സാദൃശ്യമുള്ളതിനാൽ ഇവയെ വി രൂപ താഴ്വരകൾ എന്ന് പറയുന്നു. കാശ്മീർ താഴ്വരയിൽ ഹിമാനികൾ നിക്ഷേപിക്കുന്ന അവസാദങ്ങളാണ് ഉത്തരം കരേവാസ്. ഇത് കുങ്കുമ കൃഷിക്ക് അനുയോജ്യമായ മണ്ണാണ്. പൂക്കളുടെ താഴ്വര, കോർബറ്റ് നാഷണൽ പാർക്ക്, രാജാജി ദേശീയ ഉദ്യാനം എന്നിവ സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ഉത്തരാഖണ്ഡിൽ. ദിബ്രു സൈക്കോവ, കാസിരംഗ, മാനസ് എന്നീ ദേശീയോദ്യാനങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ആസാം. കെയ്ബുൾ ലംജാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഉത്തരം മണിപ്പൂർ. കാഞ്ചൻജംഗ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്
ഉത്തരം സിക്കിം. ഡച്ചിഗാം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ജമ്മു കാശ്മീർ. ഹെമിസ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ലഡാക്ക്. പടിഞ്ഞാറൻ ഹിമാലയത്തിലെ പർവ്വത പുൽമേടുകളിൽ മൃഗപരിപാലനം നടത്തുന്ന ഇടയ ജനവിഭാഗമാണ് ഉത്തരം ഗുജ്ജർ. പർവ്വതങ്ങൾ പ്രതിബന്ധങ്ങളല്ല, മറിച്ച് പുറം ലോകത്തിലേക്കുള്ള കവാടങ്ങളാണ്. ഇങ്ങനെ പറഞ്ഞത് ആരാണ്? ഉത്തരം ടെൻസിംഗ് നോർഗെ.